ഗൈസ് വെൽക്കം ബാക്ക് ടു ഹോമീസ്. അല്ല എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ നടക്കണേ? ഗൈസ് ഞാൻ പോവാണ്, ഞാൻ ഇങ്ങോട്ടേലും പോവാണ്. ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. കൂടെ ആരില്ലാഞ്ഞിട്ട് ഒറ്റക്ക് നാട് വിടുക, വേറെ വഴിയില്ല. മടുത്ത് എനിക്ക് ഈ ജീവിതം, മടുത്ത്. പാക്കിങ് കണ്ടാൽ തന്നെ അറിയാം ഇപ്പം അടുത്തൊന്നും തിരിച്ചു വരൂല എന്നല്ലേ. ഉണ്ട്, കണ്ടോളി. എങ്ങോട്ട് പോവാണേലും എന്താ ലിപ്സ്റ്റിക്ക് അത് മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം അതൊക്കെ വാരി പൂശിയിട്ട് ഞാൻ അർജൻറ്റ് കൂട്ടുന്നുണ്ട്. പാക്കിങ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇപ്പം വരാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സാധനമല്ലേ, ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. അത് ഞാൻ അത്ര പെർഫ്യൂം ലവറൊന്നും അല്ല, എന്നാലും ഒരു വീഡിയോ ഒക്കെ എടുക്കല്ലേ, ജസ്റ്റ് പഞ്ചിനവിടെ നിൽക്കട്ടെ. പഞ്ചിനെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന് മൂക്കിൻ്റെ ഉള്ളിലേക്കാണ് കയറിപ്പോയത്. അയ്യോ, അങ്ങനെ അതാ ഒരു ഫിറ്റൊക്കെ എടുത്തിട്ട് ഞാൻ അതാ പോണത്. കണ്ടോ ബാഗ്, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. യു ഡോണ്ട് വറി ഗൈസ്, നിങ്ങൾ ഇവിടുത്തെ ഞാൻ പോവുകയാണല്ലോ, അപ്പം അതിൻ്റെ സന്തോഷം കൊണ്ടാണോ എന്തോ അറിയില്ല. അനിയത്തി നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ടായിനി, പക്ഷെ ആ സ്നേഹം അത്ര എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഒളിച്ചിടാൻ പോകുമ്പോൾ നാട്ടുകാരോട് മൊത്തം പറഞ്ഞിട്ടാണോ പോകണമെന്നുള്ളത്. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാണ് പോവുക. ഓക്കെ, അങ്ങനെ ഞെണ്ണലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ അടുത്തത് ബൈ പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കണം. ബൈ ഗൈസ്, ലവ് യു ഓൾ. അയ്യോ, ആ വരവ് കണ്ടാൽ കൊല്ലാൻ. നിങ്ങളെ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ വണ്ടി കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ വരെ എത്തി. ബോറടിക്കുന്ന ആൾക്കാർ വേഗം സ്കിപ്പ് ചെയ്തോളിട്ടോ, നോ പ്രോബ്ലം. അങ്ങനെ സംസാരിക്കാൻ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ടും ഒറ്റക്കാണ് നാട് വിടണമുള്ളതുകൊണ്ടും ഞാൻ എൻ്റെ വിഷമം ഇങ്ങനെ അങ്ങ് തീർത്തു. ഒരു ബസ് വരുന്നു പോണു, അടുത്ത ബസ് വരുന്നു പോണു, അടുത്ത ബസ് വരുന്നു പോണു, ഇങ്ങനെ പോലും വരലും നടക്കണുള്ളൂ. പക്ഷേ ഇതിൻ്റെ കാര്യമൊന്നും നടക്കണില്ല. ഞാൻ അവിടെ തന്നെ പോസ്റ്റായി നിൽക്കുകയാണ്. സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും സംസാരിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടും ഞാൻ ഫോണിൽ നോക്കിയിട്ട് ജസ്റ്റ് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനസ്സുഖമൊക്കെ വേണ്ട, മനുഷ്യന്മാരല്ലേ. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എന്തായെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ അന്താരാഷ്ട്ര രീതിയിലൊന്നും സംസാരിച്ച് പോകാറില്ല. ഞാൻ പൊതുവേ എൻ്റെ കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ എന്നെ തന്നെ ഒന്ന് കൺഫ്യൂസ് ആക്കാറുണ്ട്. ഇപ്പോൾ ചുമ്മാ ആയിരിക്കില്ല, അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് ടെൻഷനാക്കിയായിരുന്നു. ഇപ്പോൾ ഫേസിലുണ്ടായ പിമ്പിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഡിസ്കഷൻ. സോ പോട്ടെ, എന്നാലും ഞാൻ മോട്ടിവേറ്റ് ചെയ്യും. അതാണ് ഞാൻ പക്ഷെ കാണിച്ചില്ല, അതൊന്നും അമ്മക്ക് വരില്ല. എനിക്കെന്താ, എനിക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതൊക്കെ ശരിയാക്കി എടുക്കണം അല്ലേ. അങ്ങനെ നമുക്ക് പോകേണ്ട ബസ് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പോയാലോ? അല്ല, നല്ല തേപ്പാണല്ലോ. അതെ, ഞാൻ തേക്കും. പിന്നെ എൻ്റെ ഡ്രസ്സ് ആരും ഒന്ന് തേച്ച് തരും, അതുകൊണ്ട് ഞാൻ തന്നെ തേക്കണ്ടേ. എന്താണ് മോട്ടിച്ച് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണത്? നമ്മളൊക്കെ ഒന്ന് വിളിച്ചുകൂടെ എന്നായിരുന്നു മേമ ചോദിച്ചിട്ടുണ്ടായിരുന്ന. പിന്നെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ആഗ്രഹം സാധിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക. ഹേ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോമീസ്. സോ ദിസ് ഈസ് മീ ഷിഫ്ന. ഞാൻ ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. അപ്പം ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു എൻഗേജ്മെൻറ്റ്. ഇപ്പോൾ ഒരു സോങ് വെക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. വെറുതെ രസം. നിങ്ങൾക്കൊരു രസം വേണ്ടേ? നൈറ്റ് ഒരു 12 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചത്. അവിടെ എത്തിയപ്പം ഓൾമോസ്റ്റ് ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് എന്തല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചു. പൊതുവേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അതിന് എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചു. ഇപ്പം തന്നെ എത്തുമെന്ന് വിചാരിക്കേണ്ട, കുറേ കഴിഞ്ഞിട്ടേ അവിടെ എത്തുള്ളൂ, അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി കഴിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടവൻ്റെ പ്ലേറ്റിൽ നിന്ന്, അയ്യോ കണ്ടവൻ്റെ പ്ലേറ്റിൽ നിന്നല്ല കേട്ടോ, എൻ്റെ കസിൻ്റെ പ്ലേറ്റിൽ നിന്ന്. ഷെയർ ഈസ് കെയറിങ് എന്നല്ലേ. നിങ്ങൾക്കുള്ള ചോദ്യമായിരിക്കും ഇതെന്തിനാ ഫോട്ടോ ഇങ്ങനെ വെച്ചെന്നുള്ളത്. അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ നടക്കണമെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ ഒരുമാതിരി ധവളാങ്കോട്ടം കളിക്കുന്ന ഒരു ഡാൻസ് ഉണ്ട്, അത് കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ പറയും എന്നാൽ പിന്നെ എന്തിനാ വീഡിയോ ഇതിൽ ആഡ് ചെയ്തത്? മനസ്സിൻ്റെ സമാധാനം കിട്ടില്ല. അപ്പം പിന്നെ മനസ്സിൻ്റെ സമാധാനമാണല്ലോ ഏറ്റവും വലുത്, അതിന് വേണ്ടിയിട്ട് മാത്രം വെച്ചതാണ്. ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഡാൻസ് അത്ര വലിയ മെച്ചമായതുകൊണ്ടൊന്നുമല്ല, വെറുതെ വെച്ച് അത്ര തന്നെ. അങ്ങനെ ചാടിക്കളിക്കലിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞങ്ങളിതാ പിന്നെയും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
പഠിച്ചോനെ അങ്ങനെ എത്തി റൂമിൽ. പണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു ബാത്റൂമിലേക്ക്. എന്തിനാ, ക്യൂ ഉണ്ടാവും, ഒരു 1.5 ക്യൂ ആയിക്കുണ്ടാവില്ല. ആ ക്യൂവിൽ പെടണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പം പിന്നെ വേഗം ഒന്ന് കുളി കഴിഞ്ഞ് പോരാലോ. ഇന്നത്തെ എൻ്റെ ഓട്ടം കണ്ടപ്പം എനിക്ക് അതാണ് ഓർമ്മ വന്നിട്ടുള്ളത്. ഈ ഒരു അലാക്കിലൊരു ഷോള് വിചാരിച്ചോടത്തൊന്നുമല്ല നിൽക്കുന്നത്. ക്യൂട്ട്നെസ്സൊക്കെ പിന്നെ പണ്ടേ ആവശ്യത്തിന് ഇടാൻ അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ഡ്രസ്സിലോ വേറെ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്ന ക്യൂട്ട്നെസ്സൊക്കെ ചാണകം വരട്ടി വെച്ച പോലെ ആവും. അതാണ് പ്രശ്നം. പുലരിക്കിളികൾ കാതോരം കൊഞ്ചും പോലെ ഉലകം വിതറും ചെഞ്ചില്ലം മൊഴിയാണ്. റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ഓഡിറ്റോറിയത്തിലാണ് പോയത്. ഇതാ സംഭവം തുടങ്ങി. നമ്മളെ മലപ്പുറം കോഴിക്കോടൊക്കെ വിട്ടിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റും കണ്ടിട്ടില്ല. ഇതിപ്പോൾ കുറച്ച് വെറൈറ്റി ആയല്ലോ. ബാംഗ്ലൂരിലത്തെ എൻഗേജ്മെൻറ്റ് കാണാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ നമ്മളെ പ്രധാന ഘട്ടത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡ് കഴിക്കുക. ഇതെന്താണെന്നാവോ, സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ടും. ബട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. ആ സൈഡിൽ കണ്ടില്ലേ ഒരു യെല്ലോ, അത് എന്തോ പൈനാപ്പിളും ഗീ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. സംഭവം നൈസാണ് കേട്ടോ, ഇഷ്ടമായി, പെരുത്തിഷ്ടമായി. ലാസ്റ്റ് ടൈം ഞാൻ ബാംഗ്ലൂർ വന്ന സമയത്ത് എല്ലാ കാര്യത്തിലും ഞാൻ ഓക്കെ ആയിരുന്നു. ബട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ബട്ട് ഓണസ്റ്റ്ലി ഇവിടുത്തെ ഫുഡ് കഴിച്ച സമയത്ത് സത്യം പറയാലോ, ഇറ്റ് വാസ് അമേസിങ്. ഐ ട്രൂലി എൻജോയ്ഡ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യമായിട്ടുള്ള ചടങ്ങുകളിലേക്കാണ് ഇനി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. നമ്മളിവിടുത്തെ പോലെയൊന്നുമല്ലല്ലോ അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം വേറെ ലെവലായിരുന്നു. അപ്പം നമ്മളതൊക്കെ നോക്കി ഇങ്ങനെ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മണവാളൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്നത് ആരാണ്? സിനു ആണ്. ഉമ്മ അവിടെ കയറി ഇരിക്കാൻ പറഞ്ഞു, വേറൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊക്കെ കണ്ടപ്പം സിനു പറയാതെ പറഞ്ഞു, വേണ്ടിയില്ലായിരുന്നു, ഒരു ആവേശത്തിൽ കയറി ഇരുന്നു ചെയ്ത്. ഇതിപ്പോൾ ഒരുമാതിരി പെട്ട അവസ്ഥയാണല്ലോ എന്ന്. ഇതേപോലെ ഒരാൾ വന്നു, 2 ആൾ വന്നു, 3 ആൾ വന്നു, 4 ആൾ വന്നു. അതേപോലെ തന്നെ മുഖത്തിൻ്റെ പുട്ടികൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കാണികളായിട്ടുള്ള ഞങ്ങൾ അതൊക്കെ കണ്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കാണാൻ അവസരം തന്നിട്ടുള്ള മുസ്തഫക്ക് പ്രത്യേകമായിട്ട് എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആക്കുന്നത് കാണുമ്പോൾ നല്ല ക്യൂട്ട്. ഇപ്പം ഞാൻ ബളബളാന്ന് സംസാരിക്കണില്ല, നിങ്ങൾ എന്നോട് കണ്ടോളി. മതി പാട്ട് കേട്ടത് മതി കേട്ടോ. ഇനി എൻ്റെ മനോഹരമായിട്ടുള്ള ശബ്ദങ്ങളിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ എൻ്റെ കണ്ണിൽ തെളിഞ്ഞിട്ടുള്ള പുതിയ കാഴ്ചകളായിരുന്നു കേട്ടോ. അതിന് ഞങ്ങളുടെ മുസ്തഫാക്ക് വരാൻ വേണ്ടിയിട്ട് പോലും, അതുകൊണ്ട് ചെറിയൊരു അടിപൊളി സോങ് ആയിക്കോട്ടെ അല്ലേ. ഇങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം പിടിച്ചിടപ്പെടാനായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അങ്ങനെ നിന്നാൽ മതിയോ, വീട്ടിൽ പോകണ്ടേ? എന്താണ് അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കണ ഗൈസ്. അങ്ങനെ ഇരുട്ട് തിങ്ങി നിൽക്കുന്ന രാത്രിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്, വീട്ടിലേക്ക് പോണത്. ബസ്സിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂലേ, മറ്റ വ്യൂ അടിപൊളി. അങ്ങനെ അടുത്ത പ്രഹസനത്തിലുള്ള ടൈം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. കടന്നു വരൂ. അവിടെ നിന്ന് ഞങ്ങൾക്ക് സ്നേഹസമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ സാധനം കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ആണ്. അപ്പം ഞങ്ങൾ ബസ്സിൽ നിന്ന് തന്നെ തീരുമാനമാക്കിയിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിലും അതങ്ങനെ തന്നെയല്ല വേണ്ടിയിട്ടുള്ളത്. സ്നേഹത്തോടെ നമ്മൾ തരുമ്പോൾ സ്നേഹത്തോടെ നമ്മൾ കഴിക്കണം. അതിൻ്റെ ഒരു അടയാളം പോലും ബാക്കി വെക്കരുത്. നീ എവിടെ വന്ന മരഭൂതമേ? ഇപ്പം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോണത് ഞങ്ങളെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയാണ്. ഞങ്ങളുടെ അസിസ്റ്റന്റ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട അളിയൻ.
അളിയൻ നല്ല പണിക്കാരനാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാൻ, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ആവശ്യമുള്ളവരൊക്കെ. ആരും പേടിക്കേണ്ട. ഈ വീഡിയോ എടുത്ത് ഞാൻ തന്നെയാണ്. എന്തായാലേ ഓരോ തല തിരിഞ്ഞ കേസ്. എന്തോ ആയിക്കോട്ടെ. എന്താണ് മാറുന്നേ? ഞാനൊരു ആയുധം വെച്ചുള്ള കളിയിലാണ്. ഇവിടെ അങ്ങനെ നിക്കണ്ട. പൊക്കോ. ഇതൊക്കെ എന്ത്? അതാ പോണ്. ഒന്നെടുക്കാൻ പറഞ്ഞപ്പോ പിന്നെ അയ്യോ അമ്മച്ചേ. അങ്ങനെ അതിരാവിലെ തന്നെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലെത്തിയിട്ടില്ല, ഉമ്മയുടെ വീട്ടിലെത്തി. സോ ഇനി നമുക്ക് കുറച്ച് റൗണ്ട് സൈക്ലിംഗ് ആവാല്ലേ. രാവിലെ തന്നെ ഭ്രാന്താണ് പെണ്ണിന്. അതേ ഭ്രാന്താണ്. പലതരത്തിലുള്ള മ്യൂസിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വേറെ ലെവലാ. അപ്പൊ ഇങ്ങനെ ഇന്നത്തെ പരിപാടി നിർത്തല്ലേ. അല്ലാ പഠിച്ചോനെ, ഇനിയൊന്ന് മര്യാദക്കൊന്ന് ഉറങ്ങട്ടെ കേട്ടോ പോയിട്ട്. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് ലൈക്ക് ചെയ്തോളി. പിന്നെ കമൻറ്റ് എന്തായാലും ചെയ്യാത്ത വേഗം കമൻറ്റ് ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ എന്നെ പറയിപ്പിക്കാണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളി. ഇനി ഞാൻ പറഞ്ഞു വരുന്നില്ല നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഞാൻ പറയും പിന്നെ. ഓക്കെ എന്നാലും ഗൈസ്, ഞാൻ പോകുന്നു. ബൈ.